മലയാളത്തിൻ്റെ മെഗാതാരം മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. കഥയെന്നല്ല, ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മമ്മൂക്ക പോയ സമയത്ത് ഗൂഗിൾ മാപ്പ് തെറ്റിയപ്പോൾ ഒരു തമിഴ് സ്വദേശിയായ ഒരു ആരാധകൻ മമ്മൂട്ടിയാണെന്ന് തിരിച്ചറിയുകയും അയാളുടെ ടൂ വീലർ കുറേ ദൂരം ഓടിച്ചു പോയി ഇവർക്ക് വഴികാട്ടി കൊടുക്കുകയും മെയിൻ റോഡിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ മമ്മൂട്ടിയോട് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഇത്തരത്തിൽ ഇയാൾ നാളെ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറയും രാത്രി മമ്മൂട്ടിയെ കണ്ടു. അപ്പോൾ അവർ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ മമ്മൂക്ക കാറിൽ നിന്ന് ഇറങ്ങി അയാളുടെ ഫോൺ വാങ്ങി ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടി. ഇതുമായിട്ട് അനുബന്ധമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ടാറ്റയുടെ ഒരു പുതിയ കാർ എടുത്തു. മമ്മൂട്ടിക്ക് കാറുകൾ ഭയങ്കര ഹരമാണ്. പുതിയ കാറുകൾ വരുമ്പോൾ എടുക്കുകയും അന്ന് മമ്മൂട്ടി ഇന്ത്യൻ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഡ്രൈവ് ചെയ്യാറില്ല, ഇന്ത്യൻ റോഡുകളിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ഡ്രൈവിങ് ഭയങ്കര ഹരമായിരുന്നു, വളരെ വേഗതയിൽ വണ്ടി ഓടിക്കും. അപ്പോൾ അന്ന് അദ്ദേഹം ഈ ടാറ്റയുടെ പുതിയ വണ്ടി എടുത്തപ്പോൾ ആ വണ്ടിയിൽ വളവും തിരിയുമായ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി 2 മണിക്ക് ഇത്തരത്തിൽ വളരെ വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വളവ് തിരിയുമ്പോഴും ഇത്തരത്തിൽ 90-95 കിലോമീറ്റർ വേഗതയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ടയറുകൾ ഇങ്ങനെ ഒരയുന്ന ആ ഒരു ശബ്ദമൊക്കെ ആസ്വദിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വൃദ്ധൻ കൈ കാണിക്കുന്നത് കണ്ടു. വളരെ പെട്ടെന്ന് ചവിട്ടി നിർത്തിയത് കൊണ്ടാണ് ഇടിക്കാതെ നിർത്താൻ കഴിഞ്ഞത്. അപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. അതിനെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളെ ആശുപത്രിയിൽ എത്തിക്കണം, നമുക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല, ഈ കുട്ടിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടി ആ വണ്ടിക്കകത്ത് ഇവരെ കയറ്റി ആശുപത്രിയിൽ കൊണ്ടാക്കുകയാണ്, അടുത്തുള്ള ആശുപത്രിയിലാക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ വീൽ ചെയറൊക്കെ വന്ന കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഈ വൃദ്ധൻ ഓടി വന്നിട്ട് മമ്മൂട്ടി വിചാരിക്കുന്നത് തന്നെ തിരിച്ചറിയും, അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അദ്ദേഹം സിനിമയൊന്നും കാണുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളെ ഈ ഒരു അവസരത്തിൽ സഹായിച്ചതിന് എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ്, ഒരു പൊതി പോലെ കൊടുക്കും. നമുക്ക് അതെന്താണെന്ന് അറിയാതെ അത് വാങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾ പെട്ടെന്ന് ഈ പെൺകുട്ടിയോടൊപ്പം വീൽ ചെയറിനൊപ്പം ഓടി അങ്ങ് പോവുകയാണ്. അദ്ദേഹം തിരിച്ച് വണ്ടിയിൽ കയറി ഈ പൊതി അഴിച്ചു നോക്കുമ്പോൾ 2 രൂപയായിരുന്നു. അത് 2 പേർക്കുമുള്ള വണ്ടിക്കൂലി, 1 രൂപ വെച്ചിട്ടുള്ള 2 പേർക്കുമുള്ള വണ്ടിക്കൂലി ആണ് എന്നിങ്ങനെ മമ്മൂട്ടി മനസ്സിലാക്കി ആ പൈസ സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് മമ്മൂക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിമുട്ടുകളും ആ ജീവൻ്റെ വിലയും. അതിനുശേഷം അദ്ദേഹം വേഗത കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം ഇപ്പോഴത്തെ ഇത് രാത്രി ഇവർക്ക് വഴിതെറ്റിയതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പഴയ സംഭവം കൂടി ഓർത്തെടുക്കുകയായിരുന്നു.